ജിഷ്ണു, എന്തായാലും നാരീശക്തി മാർച്ച് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. പ്രധാനമായും 3 ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ഭാരതത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുക, ഒപ്പം ഈ കലാപകാരികളെ തുറങ്കിലടയ്ക്കുക എന്നീ 3 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നാരീശക്തി മാർച്ച് ആരംഭിക്കുക. മറ്റു വിവരങ്ങൾ രോഹിണി, അല്പസമയത്തിനകം തന്നെ മണ്ഡി ഹൗസിൽ നിന്ന് ജന്തർ മന്ദിറിലേക്ക് നാരീശക്തി മാർച്ച് ആരംഭിക്കും. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ മാർച്ച് തന്നെയായി ഇത് മാറും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ഒരു സമയം 11:30 കൂടിയാണ് മാർച്ച് ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ആയിരക്കണക്കിന് വനിതകൾ, സ്ത്രീകൾ ഈ മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. മണ്ഡി ഹൗസ് മുതൽ ജന്തർ മന്ദിർ വരെ നടത്തുന്ന ഈ ഒരു മാർച്ചിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദു വംശഹത്യക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. ആദ്യം അത്തരത്തിലുള്ള വംശഹത്യ അവസാനിപ്പിക്കണം. ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം. കൂടാതെ അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണം. ഈ ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഇടപെടൽ ഉണ്ടാകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു മാർച്ച് നടക്കുന്നത്. നിരവധി സ്ത്രീകൾ ഇവിടേക്ക് ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട്. ജി, आज का ये प्रोटेस्ट का मुद्दा क्या है? देखिए, पिछले 15 दिनों से बांग्लादेश में जिस प्रकार का वहाँ अपहीवल हुआ है, टर्मोइल हुआ है, उसमें जो वहाँ का हिंदू समाज है उसकी जिस प्रकार से वहाँ प्रताड़ना हो रही है, जहाँ वहाँ की हिंदू महिलाओं के साथ जिस प्रकार की ऐसी घटनाएं हो रही हैं, बलात्कार की खबरें आ रही हैं, हिंदू महिलाओं को उनके घरों से उठा लिया जा रहा है, इन सब बातों से भारत में रहने वाला हिंदू समाज बहुत ही ज़्यादा चिंतित है। और उसी चिंता को व्यक्त करने के लिए आज हजारों महिलाएं आज यहाँ एकत्रित हुई हैं, ये आवाज़ उठाने के लिए कि बांग्लादेश की सरकार को इस बात का संज्ञान लेना पड़ेगा कि वहाँ की जो हिंदू माइनॉरिटी है उसकी सुरक्षा का ध्यान उनकी जिम्मेवारी है। उनका जो संविधान है उनको उनके ऊपर ये दायित्व देता है कि वो वहाँ का जो सारा समाज है, जिसमें कि हिंदू समाज भी है, उनके वहाँ से कई हिंदू समाज के लोग भाग रहे हैं, वहाँ से वो भारत में आने का प्रयास कर रहे हैं। उनकी वहाँ की जितना ज़मीन है, प्रॉपर्टी है, उनके गहने हैं, वो छीन लिए गए हैं। ऐसी सब खबरों को जो ध्यान में आ रही हैं, पूरे अंतर्राष्ट्रीय जो बाकी मंच हैं और साथ ही जो बाकी अंतर्राष्ट्रीय बाकी देश हैं, उनकी सरकारों का भी ध्यान आकर्षित करने के लिए यह आज का एक रैली निकाली जा रही है, जिसमें हजारों की संख्या में दिल्ली की महिलाएं एकत्रित होकर मार्च करेंगी मंडी हाउस से जंतर मंतर। और यह एक साइलेंट मार्च होगा, यह बताने के लिए कि हिंदू समाज की जो लोग हैं उनकी आवाज़ को वहाँ किस तरह से दबाया जा रहे हैं, वहाँ की जो खबरें हैं उनको दबाया जा रहा है, ताकि बाहर के जो मीडिया है उसमें ये बात ना आ सके कि किस प्रकार से वहाँ हिंदू समाज की प्रताड़ना हो रही है। ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഇന്ന് രാജ്യ തലസ്ഥാനത്ത് വനിതകൾ ഒത്തുചേർന്നിട്ടുള്ളത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ഒരു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഭാരതത്തിലെ ഹിന്ദു സമാജമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതിനും ആ ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ പോലും പ്രതിഷേധങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ആയിരക്കണക്കിന് വനിതകൾ ഇതിനോടകം തന്നെ ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നത് വേണ്ടി എത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ഏകദേശം 1 മാസത്തോളമായി ആദ്യം സർക്കാരിനെതിരെ, തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ ആരംഭിച്ചിട്ടുള്ള പ്രതിഷേധം, പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള ഛാത്ര ശിബിറും ഏറ്റെടുക്കുകയും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും പിന്നീട് സർക്കാരിനെതിരെ നടക്കുന്ന കലാപത്തിൻ്റെ മറവിൽ അവിടെ ആയിരക്കണക്കിന് ഹിന്ദുക്കൾക്കെതിരെ വ്യാപകമായ അതിക്രമം നടക്കുകയും ക്ഷേത്രങ്ങൾ അടിച്ചു തകർക്കുകയും ഒരു ന്യൂനപക്ഷ വംശഹത്യ കഴിഞ്ഞ ദിവസങ്ങളിൽ ബംഗ്ലാദേശിൽ നടക്കുകയും ചെയ്തു. എന്നാൽ കേരളത്തിലുൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിയും ഇടത് സംഘടനകളും ഒപ്പം ചില മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത് അത്തരത്തിലൊരു ഹിന്ദുക്കൾക്കെതിരെയുള്ള അതിക്രമമോ അല്ലെങ്കിൽ വംശഹത്യയോ ബംഗ്ലാദേശിൽ നടക്കുന്നില്ല എന്ന പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേരളത്തിലുൾപ്പെടെയുള്ള മാധ്യമങ്ങളും ഒരു വിഭാഗം ആളുകളും നടത്തിയിട്ടുള്ളത്. जी, ये जो प्रोटेस्ट का मुद्दा क्या है, क्योंकि ये बांग्लादेश में हिंदू पॉपुलेशन के बारे में आपको क्या समझे? I think violence in any form is not supported, and that's why we are all together to just raise voice against it. And अत्याचार नहीं होना चाहिए. अगर हम आवाज़ नहीं उठाएंगे वहाँ हिंदू माइनॉरिटी के लिए, तो शायद कोई नहीं लड़ा उठाए.
ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ പ്രതികരിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ പെൺകുട്ടികളും അല്ലെങ്കിൽ വനിതകളും സ്ത്രീകളും ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ, ആയിരക്കണക്കിന് വനിതകളും ഒപ്പം ഈ സംഘടനയുമായി ബന്ധപ്പെട്ട പ്രവർത്തകരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം 11:30-ക്ക് ശേഷമായിരിക്കും മാർച്ച് ആരംഭിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. മണ്ഡി ഹൗസ് മുതൽ ജന്തർ മന്ദിർ വരെ ഇന്ന് സൈലന്റ് മാർച്ചാണ്, അതായത് മുദ്രാവാക്യങ്ങളില്ലാതെ പ്ലക്കാർഡുകൾ പിടിച്ചുകൊണ്ട് സൈലന്റ് മാർച്ചാണ് ഇന്ന് സംഘടിപ്പിക്കുന്നത്. ബംഗ്ലാദേശിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ, പ്രത്യേകിച്ച് ഹിന്ദു സമാജത്തിനെതിരെ നടക്കുന്ന അത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടും ആ അതിക്രമം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അത്തരം അതിക്രമങ്ങൾ നടത്തുന്നവരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുമാണ് ഇന്ന് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച്, നാരി ശക്തി മാർച്ച് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. ഒപ്പം കഴിഞ്ഞ ദിവസം ഈ ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് സാംസ്കാരിക പ്രവർത്തകർ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിലിന് അപേക്ഷ നൽകിയിരുന്നു. ആ അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ കൗൺസിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദു വംശഹത്യയിൽ അടിയന്തരമായ ഇടപെടൽ നടത്തണമെന്നും ആ ഒരു വംശഹത്യയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നതിനൊരു വസ്തുത അന്വേഷണ സമിതിയെ നിയോഗിക്കണം എന്നുള്ളതുമാണ് ഈ ആ ഒരു ഐക്യരാഷ്ട്രസഭയ്ക്ക് നൽകിയിട്ടുള്ള അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരത്തിൽ നിലവിൽ ബംഗ്ലാദേശിൽ നടക്കുന്ന ഈ ഒരു കലാപവുമായി ബന്ധപ്പെട്ട് അത്രയധികം അതിക്രൂരമായ വംശഹത്യയുടെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. അതിനപ്പുറത്തേക്ക് ബംഗ്ലാദേശ് രൂപീകൃതമായതു മുതൽ അവിടെ നടന്നിട്ടുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നിട്ടുള്ള പീഡനങ്ങൾ, 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുമ്പോൾ 20% മുകളിലായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്ന് അവിടെ 7% താഴേക്ക് എത്തുന്നു. അല്ലെങ്കിൽ മറ്റ് ന്യൂനപക്ഷങ്ങൾ, അത് ഹിന്ദു ആണെങ്കിലും പാഴ്സി, സിഖ്, ജൈന, ഏത് ആ ഒരു രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ അതിക്രമിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ കൃത്യമായ വിവേചനവും പീഡനവും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നു എന്ന വിഷയം ഇന്ന് അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാരതം ഒരു പൗരത്വ നിയമ ഭേദഗതി കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള പീഡനം നേരിടുന്നവർക്ക്, മതപരമായ വിവേചനം നേരിട്ടുകൊണ്ട് ആ ഒരു പീഡനം സഹിക്കാനാകാതെ ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് അവർക്ക് പൗരത്വം നൽകുക, അല്ലെങ്കിൽ ആ പൗരത്വം നൽകുന്നതിന് ചില ഇളവുകൾ നൽകുക എന്ന കൃത്യമായ നിയമ ഭേദഗതി, അവരെ കൂടി ഉൾക്കൊള്ളാനുള്ള നിയമ ഭേദഗതി ഭാരതം കൊണ്ടുവന്നിരുന്നു. ഒപ്പം ഈ ഒരു സമീപകാലത്ത് സർക്കാരിനെതിരെ നടന്നിട്ടുള്ള കലാപത്തിന്റെ മറവിൽ ബംഗ്ലാദേശിൽ അരങ്ങേറുന്ന ഹിന്ദു വംശഹത്യക്കെതിരെ, ന്യൂനപക്ഷ വേട്ടയ്ക്കെതിരെ ശക്തമായ ശബ്ദം ഉയർത്താനും ഭാരതത്തിന് സാധിച്ചിട്ടുണ്ട്. അവിടെ ഇടക്കാല സർക്കാർ, മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ആ ഒരു സർക്കാരിന് ആശംസകൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ബംഗ്ലാദേശിലെ ഹിന്ദു ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് വളരെ വ്യക്തമായി ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇന്നിപ്പോൾ ഡൽഹിയിൽ മണ്ഡി ഹൗസ് മുതൽ ജന്തർ മന്ദിർ വരെ ഒരു സൈലന്റ് മാർച്ച്, ഇന്നിപ്പോൾ നാരി ശക്തി മാർച്ച് ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി ജിഷ്ണുവിലേക്ക് എത്താം, ഗൗതമിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ഗൗതം, നമുക്കറിയാം വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ്. ആയിരക്കണക്കിന് സ്ത്രീകൾ അണിനിരന്നിട്ടുണ്ട്. നേരത്തെ സംഘാടകരിൽ ഒരാളായ മോണിക്ക അറോറ പറഞ്ഞതുപോലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക, ഭാരതത്തിന്റെ ഇടപെടൽ അതിശക്തമായി തന്നെ ഉണ്ടാകുക, ഒപ്പം കലാപകാരികളെ തുറങ്കിലടയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഭാരതത്തിലെ പല മാധ്യമങ്ങളുടെയും പല സാംസ്കാരിക നായകരുടെയും പല പാർട്ടി പ്രവർത്തകരുടെയും മൗനവും അതിശയിപ്പിക്കുന്നതാണ് എന്ന തരത്തിലുള്ള പരാമർശവും ഉണ്ടായി. മറ്റു വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ അടിസ്ഥാനം തന്നെ ഇത് തന്നെയാണ്. അതായത് ബംഗ്ലാദേശിൽ ഇത്ര വലിയ കലാപം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇവിടെ ബോധപൂർവമായ മൗനം
പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് ആണെങ്കിലും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായിട്ടുള്ള പാർട്ടികളാണെങ്കിലും അവരുടെ ഭാഗത്ത് നിന്നും വലിയ മൗനമുണ്ടാകുന്നു. ഇപ്പോൾ നമുക്ക് ഈ ബോർഡുകളിൽ കാണാൻ സാധിക്കും സ്റ്റോപ്പ് വയലൻസ് അഗൈൻസ്റ്റ് ദലിത് കമ്മ്യൂണിറ്റി ഇൻ ബംഗ്ലാദേശ് എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹത്തിനെതിരെ, പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ദളിത് ഹൈന്ദവ സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹിളാ മോർച്ചയുടെ ടീമാണ്, ഡൽഹിയിലെ ടീമാണ്. മാം, ഹൗ യു സീ ദ ഇഷ്യൂസ് ഇൻ ബംഗ്ലാദേശ്? सर, टुडे आज हम पूरी दिल्ली में की महिलाएं नारी शक्ति मार्च निकाल रही है। मंडी हाउस से लेके जंतर मंतर तक जाएंगे। ये हमारी मौन यात्रा है। हम पूरे विश्व को ये कहते हैं कि हम एक परिवार हैं, वसुदेव कुटुंबकम। हम उसको सिर्फ कहते ही नहीं, उसको मानते भी हैं। आज विश्व के किसी भी कोने पर अगर हिंदुओं पर कोई अत्याचार होगा तो हम उसको सहन नहीं करेंगे। हिंदू माताएं, बहनें, बेटियों पर बांग्लादेश में आज जो अत्याचार हो रहे हैं उसी के उपलक्ष्य में नारी शक्ति मार्च हो रहा है। आपका विचार क्या है? सर, मैं कहूँगी कि नारियों को यही कहूँगी कि तू ही दुर्गा, तू ही शक्ति, और अब कोई गोविंद नहीं आएगा वहाँ पे तुम्हें बचाने के लिए। आपने अपनी खुद की हिम्मत जुटानी है और यहाँ से हम उनको पूरा सपोर्ट कर रहे हैं और करते रहेंगे। इसीलिए आज हम मंडी हाउस से लेके जंतर मंतर तक मौन व्रत रख के चल रहे हैं। അതായത് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിതീവ്രമായ ഹിന്ദു വിരുദ്ധ കലാപമാണ്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരകൾ അവിടുത്തെ ഹിന്ദു സ്ത്രീകളാണ്, ദളിത് സ്ത്രീകളാണ് എന്നാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുന്ന ഈ നാരി ശക്തി സംഗമത്തിന്റെ ഭാഗമാകാൻ എത്തിയിട്ടുള്ള ഓരോ സ്ത്രീകളും ചൂണ്ടിക്കാണിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ മാർച്ച് ഞാൻ നിൽക്കുന്ന ഈ മണ്ഡി ഹൗസിൽ നിന്നും ജന്തർ മന്ത്ര ലക്ഷ്യമാക്കി ആരംഭിക്കും. ഇവിടെ നമുക്ക് ധാരാളം ഫ്ലെക്സ് ബോർഡുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫ്ലെക്സ് ബോർഡുകളിലേക്ക് കൂടി നമുക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ എത്തിക്കാം. ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദുക്കൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ധാരാളം ചിത്രങ്ങൾ ഈ റോഡിന്റെ മറുവശത്തായി സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച കാലമായി അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ ധാരാളം ഹൈന്ദവ സഹോദരന്മാർ കൊല്ലപ്പെടുകയും അവിടുത്തെ ഹിന്ദു ജനസംഖ്യയുടെ സ്ഥിതി നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാതെ തന്നെ അറിയാവുന്നതാണ്. 1947 രാഷ്ട്ര വിഭജന കാലത്ത്, അതായത് ഭാരതത്തെ വിഭജിച്ചുകൊണ്ട് പാകിസ്ഥാൻ രൂപപ്പെടുന്ന കാലത്ത് ഇന്നത്തെ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എന്നത് ഏതാണ്ട് 28% മുകളിലായിരുന്നു. അതായത് 30% ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിൽ 1971 ആകുമ്പോഴേക്കും, അതായത് ഭാരതത്തിന്റെ ഭാഗത്ത് നിന്നും ബംഗ്ലാദേശ് വിഭജിക്കപ്പെട്ട് രണ്ട് പാകിസ്ഥാനായി രൂപപ്പെടുന്നു. ആ കാലത്ത് ഇന്നത്തെ ബംഗ്ലാദേശിൽ 28% ഹിന്ദു ജനസംഖ്യയുണ്ട്. പിന്നീട് അത് 71 വിമോചന സമരകാലം, അതായത് ബംഗ്ലാദേശ് എന്ന പുതിയ രാഷ്ട്രം രൂപപ്പെടുന്നതിന് വേണ്ടി പാകിസ്ഥാന്റെ ഭരണകൂടത്തിനെതിരെ അവിടെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്ന കാലത്ത് അവിടെ 22% ഹിന്ദു ജനസംഖ്യ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2022 സെൻസസ് പ്രകാരം ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് കേവലം 7.95% ചുരുങ്ങിയിരിക്കുകയാണ്. ഇതാണ് പലപ്പോഴും ഹൈന്ദവ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ബംഗ്ലാദേശിന്റെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിന്ദു സംഘർഷവുമായി ബന്ധപ്പെട്ട നിരവധി ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും ദയവായി തുടരുക. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ ശ്രീമതി KP ശശികല ടീച്ചർ നമ്മോടൊപ്പം ചേരുകയാണ്. ടീച്ചർ, ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുകയാണ്. ഇന്ന് ഡൽഹിയിൽ നാരി ശക്തി മാർച്ച് അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. 10,000-കണക്കിന് സ്ത്രീകളാണ് ഒത്തുചേർന്നിരിക്കുന്നത്. മൗനജാഥയായിട്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. അവരുടെ പ്രധാന ആവശ്യം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ കൊന്നൊടുക്കുന്നതിനെതിരെ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം, കലാപകാരികളെ തുറങ്കിലടക്കണം, ഭാരതത്തിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ്. ഒപ്പം അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ ചില രാഷ്ട്രീയ നേതാക്കൾ, ചില രാഷ്ട്രീയ പാർട്ടികൾ ഉൾക്കൊള്ളുന്ന മൗനവും അങ്ങേയറ്റം അതിശയിപ്പിക്കുന്നതാണ്. എന്തായാലും ലോക ശ്രദ്ധ ആകർഷിക്കുക ഈ വിഷയത്തിൽ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് 10,000-കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി ശക്തി ഇന്ന് ഡൽഹിയിൽ അരങ്ങേറുന്നത്. താങ്കൾ എങ്ങനെ കാണുന്നു? ഈ നാരി ശക്തി പ്രകടനം തീർച്ചയായും അത് വളരെ ശരിയായൊരു പ്രതികരണമാണ്. കാരണം നമ്മുടെ മണ്ണാണത്. ഒരു കാലത്ത് ജനസംഖ്യ മാത്രം നോക്കി ജിഹാദികൾക്ക് ഇവിടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഭാഗം മേടിച്ചു പോയപ്പോൾ നമ്മൾ ശരിക്കും അവരെ വിധിക്ക് വിട്ടുകൊടുത്തതാണ്. 10-20% വരുന്ന ഹിന്ദുവുമായിട്ടാണ് അന്ന് കിഴക്കൻ പാകിസ്ഥാൻ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇന്ന് അത് ഒരുപക്ഷെ അവരുടെ പല വിധത്തിലുള്ള പീഡനങ്ങളെ തുടർന്ന് 8% അത് കുറഞ്ഞു വന്നിരിക്കുന്നു. ആ 8% അവിടെ ജീവിക്കാൻ സ്വൈരം കൊടുക്കാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെ ഉണ്ടാകുന്നത്. അവിടെ നടന്ന വിഷയത്തിൽ ഒരിക്കലും ഒരു ഹിന്ദു മുസ്ലിം ഇഷ്യൂ ഉണ്ടായിട്ടില്ല.
അത് ഷെയ്ഖ് ഹസീന ഭരിച്ചാലും ഇനി ആര് ഭരിച്ചാലും അത് ഹിന്ദു മുസ്ലിം പ്രശ്നമല്ല. വിശ്വാസങ്ങളുടെ മേൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുള്ള ഒരു വർഗീയ കലാപത്തിനുള്ള ഒരു സാധ്യത ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പൊ ഇവിടെ നടന്നത് 1921 ഒരുപക്ഷെ ഏറനാട്ടുകാർക്ക് ഒരു പിടുത്തമില്ലാത്ത തുർക്കിയിലെ ഖലീഫയ്ക്ക് വേണ്ടി അന്ന് ചത്തുകൊടുക്കേണ്ടി വന്നു പാവങ്ങൾ. അതേപോലൊരു അവസ്ഥയാണ്. അവിടുത്തെ ഭരണമാറ്റം അവിടുത്തെ ഹിന്ദുവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. പക്ഷെ എന്നിരുന്നിട്ടും എന്ത് വിഷയം കിട്ടിയാലും അത് അവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ മേൽ കയറുക എന്നുള്ളത് അതൊരു പക്ഷെ ആ വർഗ സ്വഭാവമാണ്. സ്വന്തം നാട് ശുദ്ധീകരിച്ചെടുക്കുക, മറ്റു വിശ്വാസികൾ ഇല്ലാത്ത വിധത്തിൽ അവരെ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ള അവരുടെ മതപരമായ കടമ, കർത്തവ്യം, അതിനു വേണ്ടിയാണ് ഇപ്പൊ അവിടുത്തെ ഹൈന്ദവ സമൂഹം ഈ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ ശരിക്കും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഇടപെടൽ ഉണ്ടായേ മതിയാകുള്ളൂ. അതിൽ പ്രത്യേകിച്ച് ഇന്ത്യക്ക് അതൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. കാരണം ഒന്ന്, അവിടെ ഉണ്ടാകുന്ന ഏത് പ്രശ്നവും അത് നേരിട്ട് ബാധിക്കുക നമ്മളെയാണ്. നമുക്കറിയാം 1971 ആ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായ അഭയാർത്ഥി പ്രവാഹമൊക്കെ നമ്മൾ എന്തുമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. നമ്മളൊരു യുദ്ധത്തിലേക്ക് എടുത്തു ചാടേണ്ടി വന്നത് പോലും അങ്ങനെ ഒരു അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമായി ഇന്ത്യ വിഷയത്തെ നമുക്ക് ഒരിക്കലും നിസ്സംഗമായി സമീപിക്കാൻ സാധിക്കില്ല. അവിടുത്തെ പാവങ്ങളെ സംരക്ഷിച്ചേ മതിയാകൂ. അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര ഇടപെടൽ ഇവിടെ ആവശ്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഭാരതത്തിലെ പല രാഷ്ട്രീയ പാർട്ടികളുടെയും മൗനം അമ്പരപ്പിക്കുന്നതാണ്. അതെ, അതുമാത്രമല്ല ടീച്ചർ, ഭാരതത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ മൗനം അതിശയിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കൾ തുടക്കത്തിൽ നടത്തിയ പരാമർശങ്ങൾ ബംഗ്ലാദേശിലേതുപോലെ ഭാരതത്തിലും ആവർത്തിക്കേണ്ടി വരാതെ നോക്കുക എന്നൊക്കെയുള്ള ചില ഭീഷണി സ്വരങ്ങളും നമ്മൾ കണ്ടതാണ്. രാജ്യത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള വിധ്വംസക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങേയറ്റം ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു സാഹചര്യം കൂടി. തീർച്ചയായും ആ വിധ്വംസക ശക്തികളും അവർക്ക് കഞ്ഞിവെച്ചു കൊടുക്കുന്നവരും, കള്ളനാണോ കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്നവനാണോ കൂടുതൽ മോശം നമുക്കറിയില്ല. വിധ്വംസക ശക്തികൾ ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി നമുക്കറിയാം അവിടുത്തെ അതേ മനോഭാവമായിട്ടാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇവിടെ അവര് അടവുകൾ മാറ്റിയെടുക്കുന്നു, ഇവിടെ തരം തക്കിയ കാണിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ അവർക്ക് അത്തരത്തിൽ പിന്തുണ കൊടുക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട്. മറ്റവർക്ക് അവരുടെ മതപരമായ കടമയാണെന്ന് വേണമെങ്കിൽ പറഞ്ഞ് ന്യായീകരിക്കാം. പക്ഷെ ഈ അവർക്ക് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് അവർക്ക് വോട്ട് ചെയ്യുന്ന എല്ലാ പൗരന്മാരും തുല്യല്ലേ? നീതി നിയമവും നടപ്പാക്കേണ്ടവരല്ലേ? എല്ലാവർക്കും ഒരേപോലെ നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടവരല്ലേ? എന്നിട്ടും എന്തേ ഗാസയിലെ കണ്ണുനീര് കണ്ടവര് എന്തേ ബംഗ്ലാദേശിലെ കണ്ണീര് കാണാത്തത്? അപ്പൊ തീർച്ചയായും ഇന്ന് അവിടെ മൗനജാതിയാണ് നടക്കുന്നത്. നമുക്ക് എപ്പോഴും മൗനം പാലിക്കാൻ സാധിക്കില്ല. നാളെ ഈ മൗനം ഒരു പക്ഷേ വലിയൊരു പൊട്ടിത്തെറിയുടെ തുടക്കമായിട്ട് ഈ മൗനം മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് ഇപ്പൊ പറയാൻ സാധിക്കുക. വളരെ നന്ദി ശ്രീമതി കെ പി ശശികല ടീച്ചർ പ്രതികരിച്ചതിന്. ജിഷ്ണുവിലേക്ക് പോകുന്നു. ജിഷ്ണു, അല്പസമയത്തിനകം തന്നെ നാരീശക്തി മാർച്ച് ആരംഭിക്കും. ഇപ്പോൾ തന്നെ വനിതകളുടെ ഒരു വലിയ കൂട്ടായ്മ അവിടെ രൂപപ്പെട്ട് കഴിഞ്ഞു. പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ട് മൗനജാഥയായിട്ടായിരിക്കും അവർ മണ്ഡി ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് പോവുക. എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. രോഹിണി, മണ്ഡി ഹൗസിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഈ റാലി ആരംഭിക്കും. നാരീശക്തി മാർച്ച് ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ്, സ്ത്രീകൾ ഉൾപ്പെടെ ആളുകളാണ് ഈ ഒരു മാർച്ചിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇപ്പോൾ മണ്ഡി ഹൗസിലേക്ക് എത്തിയിട്ടുള്ളത്. അവരുടെ പ്രതികരണങ്ങൾ നേരത്തെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ബംഗ്ലാദേശിൽ ഹിന്ദു സമൂഹം നേരിടുന്ന പീഡനങ്ങൾക്കെതിരെ, വിവേചനത്തിനെതിരെ ശബ്ദമുയർത്താൻ വേണ്ടിയാണ്. അത് ഭാരതത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര വേദികളിൽ വരെ ആ ഒരു പ്രതിഷേധ ശബ്ദം ഉയർത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഡൽഹിയിൽ രാജ്യ തലസ്ഥാനത്ത് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുന്നത് എന്നാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് നടക്കുന്നത്. ബംഗ്ലാദേശിൽ അരങ്ങേറിയിട്ടുള്ള ഹിന്ദു വംശഹത്യ, ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സർക്കാരിനെതിരെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള തൊഴിൽ സംവരണത്തിനെതിരെ വിദ്യാർത്ഥികൾ ആരംഭിച്ചിട്ടുള്ള പ്രക്ഷോഭം, പിന്നീട് അത് ബംഗ്ലാദേശിൽ സർക്കാരിനെ തന്നെ അട്ടിമറിക്കുന്ന വലിയ കലാപമായി മാറി. പക്ഷെ ആ കലാപത്തിൽ എന്തിനാണ് ഹൈന്ദവ സമൂഹത്തിന് നേരെ, അവിടെയുള്ള ഏറ്റവും ചെറിയ ന്യൂനപക്ഷമായിട്ടുള്ള 8% താഴെ മാത്രം ജനസംഖ്യയുള്ള ഹിന്ദു വിഭാഗത്തിന് നേരെയും അതിൽ താഴെ ജനസംഖ്യയുള്ള ക്രിസ്ത്യനും പാഴ്സിയും സിഖും ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷ വേട്ട എന്തിനാണ് ഈ കലാപത്തിന്റെ പേരിൽ നടത്തിയത് എന്ന വലിയ ചോദ്യമാണ് ഈ പ്രതിഷേധക്കാർ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ ഭാരത മനസ്സ് മുഴുവൻ അത്തരത്തിലൊരു ചോദ്യം തന്നെയാണ് ഉന്നയിക്കുന്നത്. ഭാരതത്തിൽ അല്ലെങ്കിൽ ഈ വിഭജനത്തിന് മുൻപ് ഭാരതത്തിന്റെ മണ്ണായിരുന്ന ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം തന്നെയും ഒരുമയോടെ കഴിഞ്ഞിരുന്ന ജനങ്ങൾ പിന്നീട് ആ വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഭാരതത്തിൽ
മറ്റു ന്യൂനപക്ഷങ്ങൾക്ക് എല്ലാ തരത്തിലുമുള്ള അവകാശങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം നൽകുമ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള അയൽ രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതി നടക്കുന്ന അല്ലെങ്കിൽ അവർ വലിയ വിവേചനവും പീഡനവും നേരിടുന്നു എന്നുള്ളത് കാലങ്ങളായി അന്താരാഷ്ട്ര വേദികൾക്ക് മുൻപിലുള്ള സത്യം തന്നെയാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന സർക്കാരിനെതിരെ നടന്നിട്ടുള്ള തൊഴിൽ സംവരണവുമായി ബന്ധപ്പെട്ട് ആദ്യം ആരംഭിച്ച പ്രതിഷേധം പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ വിദ്യാർത്ഥി സംഘടനയായിട്ട ഛാത്ര ശിബിരം ഏറ്റെടുത്തുകൊണ്ട് ആ ഒരു പ്രതിഷേധം വലിയ രീതിയിൽ ചോര ചിന്തുന്ന കലാപമായി മാറുകയും ആ കലാപം സർക്കാരിനെതിരെ മാത്രമല്ല പിന്നീട് അത് ശരി ജിഷ്ണു, ഞാനൊന്ന് ഇടപെടുകയാണ്, ദയവായി തുടരുക. ഇപ്പോൾ വിഷയത്തിൽ പ്രതികരിക്കുന്നതിനായി രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ എൻ നന്ദകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ എൻ നന്ദകുമാർ, ബംഗ്ലാദേശിലെ ഹിന്ദു വിരുദ്ധ കലാപത്തിൽ രാജ്യമെമ്പാടും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ഇന്ന് അതിന്റെ ഭാഗമായി ഡൽഹിയിൽ 10,000-കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന നാരി ശക്തി മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ അവസാന വട്ട ഒരുക്കത്തിലാണ്. എന്തായാലും മൗനജാഥയായിട്ടാണെങ്കിൽ പോലും ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ഈ വിഷയത്തെ എന്നത് അടിസ്ഥാനമാക്കിയാണ് നാരീശക്തി മാർച്ച് സംഘടിപ്പിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധം, ഇടപെടൽ ഒക്കെ ഈ കാര്യത്തിൽ ആവശ്യമാണ്. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ, ഹിന്ദുക്കൾ ഇവരൊക്കെ വലിയ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ്. ഇവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ തുടർന്നും ഇടപെടലുകൾ അത്യാവശ്യമാണ്. താങ്കളുടെ അഭിപ്രായത്തിൽ ഇതിനെ എങ്ങനെ കാണാം? അല്ല, തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ശരിക്കും മനുഷ്യത്വരഹിതമായിട്ടുള്ള നടപടികളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്കക്കാര്യത്തിലുണ്ട്. അമേരിക്കയുടെ പിന്തുണ അക്കാര്യത്തില് ഈ അക്രമം നടത്തുന്നവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് സാധാരണ അതുപോലും വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ നടക്കുന്നത് ഏതാണെങ്കിലും ഒരു ഹിന്ദു ഉന്മൂലനമാണ്, ന്യൂനപക്ഷ മതങ്ങൾക്കെതിരായിട്ടുള്ള നടപടികളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സത്യത്തിൽ ഇതിനെതിരായിട്ടൊരു വലിയ രീതിയിലുള്ള അടിസ്ഥാനത്തിൽ തന്നെയുള്ള പ്രതിഷേധ പരിപാടികൾ ലോകത്തെ എല്ലാ സ്ഥലത്തും നടക്കേണ്ടത് അനിവാര്യമാണ്. ഈ പലപ്പോഴും ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള UN അടക്കമുള്ള UN ഇതിനകത്ത് ചില പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തിയെങ്കിൽ പോലും UN പോലും ഈ വിഷയത്തിലുള്ള ഇടപെടലുകൾ ശക്തമായ രീതിയിൽ അനിവാര്യമാണ്. ഡൽഹിയിൽ നടക്കുന്ന നാരി ശക്തി സമ്മേളനവും അതിന്റെ പ്രതിഷേധ പരിപാടികളുമെല്ലാം ഇതിന്റെ സൂചന മാത്രമാണ്. ഒരുപക്ഷെ അത് കേരളമടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഭാരതമെമ്പാടും ലോകമെമ്പാടുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കേണ്ടതാണ്. കാരണം ഒരുപറ്റം ആളുകൾക്ക് ബംഗ്ലാദേശിൽ ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ 20% ഉണ്ടായിരുന്ന ആളുകൾ 7% 7% 0 എത്തിക്കുകയും ചെയ്യാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമമാണ് ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായിട്ട് അതിശക്തമായിട്ടുള്ള സമരപരിപാടികൾ അനിവാര്യമാണെന്നാണ് എന്റെ അഭിപ്രായം. അതുമാത്രമല്ല ശ്രീ എൻ നന്ദകുമാർ, നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾ വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നേരിടുന്നുണ്ട്. താൽക്കാലിക സർക്കാർ അധികാരത്തിൽ ഏറ്റപ്പോൾ തുടങ്ങിയ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രീണനവും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനി വരും കാലങ്ങളിലും അവർ ഒട്ടും സുരക്ഷിതരല്ല എന്നുള്ളൊരാശങ്ക അവരിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾ, ഭാരതത്തിന്റെ അടക്കമുള്ള ശക്തമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ആവശ്യമല്ലേ? അല്ല, തീർച്ചയായിട്ടും അനിവാര്യമാണ്. കാരണം നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ള യൂനസിനെ പോലുള്ള ആളുകളുടെ നടപടികൾ സംശയാസ്പദമാണ്. അദ്ദേഹം അവിടെ ബംഗ്ലാദേശിന്റെ മുഖ്യ ഉപദേഷ്ടാവിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രസ്താവനകളൊക്കെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ട് ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നുവെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെല്ലാം ന്യൂനപക്ഷ വിരുദ്ധമാണ്. അത് അവിടെയുള്ള അക്രമി സംഘങ്ങൾക്ക് അനുകൂലമാണ്, ജമാഅത്തെ ഇസ്ലാമിക്ക് അനുകൂലമാണ്, തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ കൂടെയാണ്. നോബൽ പ്രൈസിന്റെ വിന്നർ പോലും അവിടെ അദ്ദേഹത്തിന്റെ പോലും നടപടികൾ എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ ഭാരതം മാത്രമല്ല, ക്രൈസ്തവ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള പ്രശ്നം അവിടെ വളരെ കൂടുതലാണ്. ബുദ്ധമതാനുയായികൾക്കെതിരായിട്ടുള്ള പ്രശ്നം വളരെ കൂടുതലാണ്. ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും, വിശിഷ്യ UN അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഭാരതത്തോട് ചേർന്നുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികളിൽ പങ്കാളികളാകണമെന്നാണ് എന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീ എൻ നന്ദകുമാർ പ്രതികരിച്ചതിന്. ഗൗതമിലേക്ക് പോവുകയാണ്. ഗൗതം, 10,000-കണക്കിന് സ്ത്രീകളാണ് നാരി ശക്തി മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി അണിചേർന്നിരിക്കുന്നത്. എന്തായാലും ലോക ശ്രദ്ധ ആകർഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം ഭാരതത്തിന്റെ ശക്തമായ നിലപാടും ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് ഈ നാരി ശക്തി മാർച്ചിലൂടെ വനിതകൾ പറയുന്നത്. അതനുസരിച്ചുള്ള ഇടപെടൽ തുടർന്നും ഉണ്ടാകും. ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കൊപ്പം ഭാരതവും ഉണ്ടാകും, ഭാരതത്തിലെ നാരി ശക്തി ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസം പകരുന്ന ഒരു ദിവസം തന്നെയല്ലേ ഇന്ന്?
തീർച്ചയായിട്ടും രോഹിണി, നമുക്കറിയാം ലോകത്ത് എവിടെ ഹിന്ദുക്കൾക്ക് നേരെ അതിക്രമം ഉണ്ടായാലും അതിനെതിരെ സംസാരിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രം അത് ഹിന്ദു രാഷ്ട്രമായ ഭാരതമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഇത്രയധികം ഹിന്ദുക്കളുള്ള സനാതന ധർമ്മത്തിന്റെ എല്ലാ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന മറ്റൊരു രാഷ്ട്രം നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കത്തില്ല. രോഹിണി, ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധ, ഈ ഒരു ഫ്ലെക്സ് ബോർഡ് വളരെ ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ എങ്ങനെയാണ് കുറഞ്ഞേക്കുന്നത് എന്നത് സംബന്ധിച്ച് പോപ്പുലേഷൻ ഓഫ് ബംഗ്ലാദേശ് എന്നും പറഞ്ഞാണ് ഈ ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം 951, അതായത് രാഷ്ട്ര വിഭജനം കഴിഞ്ഞ് ഏതാണ്ട് 4 വർഷങ്ങൾ കഴിയുമ്പോൾ അവിടുത്തെ മുസ്ലിം ജനസംഖ്യ 76% ഇന്നത്തെ ബംഗ്ലാദേശിൽ. അന്ന് അവിടെ ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് 22% 1961 ആകുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ 18.5% ചുരുങ്ങുകയാണ്. അതായത് 51 അവിടെ 22% 61 ആകുമ്പോൾ 10 വർഷം കഴിയുമ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ 18.5% ചുരുങ്ങുന്നുണ്ട്. നേരെ 1974 അതായത് ബംഗ്ലാദേശ് എന്ന രാഷ്ട്രം രൂപപ്പെട്ടതിന് ശേഷം ആണെങ്കിൽ ഹിന്ദു ജനസംഖ്യ ഇവിടെ കാണിക്കുന്നു 13.5% ചുരുങ്ങുന്നു. അതായത് ബംഗ്ലാദേശ് രൂപപ്പെടുന്നത് 1971 ഇത് 74 സെൻസസ് ആകുമ്പോഴേക്കും മുസ്ലിം ജനസംഖ്യ അവിടെ 76 നിന്നും 85 കൂടുന്നു. ഹിന്ദു ജനസംഖ്യ 13.5% എന്ന രീതിയിലേക്ക് ചുരുങ്ങുന്നു. 981 ആകുമ്പോഴേക്കും ഹിന്ദു ജനസംഖ്യ 12.1% ചുരുങ്ങുന്നു. 2001 ആകുമ്പോൾ അത് 9.2, പിന്നീട് 2011 ആകുമ്പോൾ 8.5, ഏറ്റവും ഒടുവിൽ 2022 ആകുമ്പോൾ 7.95%. അതായത് ഹിന്ദു ജനസംഖ്യ ഓരോ 10 വർഷം കൂടുമ്പോഴും ബംഗ്ലാദേശിന്റെ മണ്ണിൽ കുറഞ്ഞു വരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു കൃത്യമായ ഒരു ബാനറാണ്, അതായത് പൊതുസമൂഹത്തെ ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ബാനറാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. നേരത്തെ രോഹിണി ചൂണ്ടിക്കാണിച്ചതുപോലെ, കാരണം ഭാരതത്തിലാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാവേണ്ടത്. കാരണം സനാതന ധർമ്മത്തിന്റെ കേന്ദ്രം ഈ ലോകം തന്നെ നോക്കിക്കാണുന്നത്, അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ അവരുടെ സ്വന്തം രാഷ്ട്രം എന്ന നിലയിൽ അവർ നോക്കിക്കാണുന്നത്, അവരുടെ വിശ്വാസങ്ങൾ ഒരു ഭീതിയും കൂടാതെ അവർക്ക് കൃത്യമായി അനുഷ്ഠിക്കാൻ കഴിയുന്ന ലോകത്ത് ഒരു മണ്ണുണ്ടെങ്കിൽ അത് ഭാരതമാണ് എന്ന് കൃത്യമായി ലോകമെമ്പാടുമുള്ള ഹൈന്ദവർ വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ ബംഗ്ലാദേശ് എന്നല്ല, ലോകത്തിന്റെ ഏത് ഭാഗത്തും ഹൈന്ദവ സമൂഹത്തിന് നേരെ അക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ പ്രതിഷേധങ്ങൾ ആഞ്ഞു വീശുന്നത് നമ്മുടെ രാജ്യത്താണ്. അതിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ നാരി ശക്തി സംഗമം എന്ന പേരിൽ ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നിപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളും മറ്റും നടക്കുന്നത്. ഒപ്പം ഡൽഹിയിൽ, രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നിപ്പോൾ നാരി ശക്തി സംഗമം അല്ലെങ്കിൽ നാരി ശക്തി മാർച്ച് എന്ന പേരിൽ വലിയ തോതിൽ സ്ത്രീകളുടെ ഒരു മൗന ജാഥ ഞാൻ നിൽക്കുന്ന ഈ മണ്ഡി ഹൗസിൽ നിന്നും ആരംഭിച്ച് പിന്നീട് ജന്തർ മന്ദിറിലേക്ക് എത്താൻ പോകുന്നത്. രോഹിണി, ഗൗതം, അതുമാത്രമല്ല ബംഗ്ലാദേശിലെ ഈ അതിക്രമങ്ങളെ ലാഘവത്തോടെയും ലഘൂകരിക്കത്തക്ക രീതിയിലുമൊക്കെയായിരുന്നു ഭാരതത്തിലെ പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ നിലപാടെടുത്തുകൊണ്ടിരുന്നത്. അവിടെ നടന്നത് ആഭ്യന്തര കലാപം മാത്രമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, ഹിന്ദു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ അവിടെയുള്ള മുസ്ലിം ജനത കൈക്കൊണ്ട ധീരോചിതമായ നിലപാടുകൾ എന്നൊക്കെ തരത്തിലുള്ള വലിയ വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ പ്രചരിപ്പിക്കുന്നതിനും ചിലർ മനഃപൂർവ്വമായി ശ്രമിച്ചിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ലോക ജനതയ്ക്ക് മുൻപാകെ കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്തരം പ്രതിഷേധങ്ങൾ, ഇത്തരം പ്ലക്കാർഡുകൾ, അതോടൊപ്പം അവിടെയുള്ള യഥാർത്ഥ വസ്തുതകളുടെ ഫോട്ടോകൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ പതിപ്പിച്ചുകൊണ്ടുള്ള സമരമുഖങ്ങളൊക്കെ തന്നെ അതിന്റെ നേർചിത്രം വ്യക്തമാക്കുകയും ലോകത്തിന് മുന്നിൽ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നതല്ലേ? രോഹിണി, അത് തന്നെയാണ്. അതായത് ബംഗ്ലാദേശിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെ പറ്റി പൊതുസമൂഹത്തെ ധരിപ്പിക്കേണ്ടതിന്റെ ധാർമ്മികത ദേശീയ പ്രസ്ഥാനങ്ങൾ ഇവിടെ ഏറ്റെടുക്കുകയാണ്. കാരണം പാലസ്തീനിൽ നമുക്കറിയാം, എന്തെങ്കിലും സംഘർഷം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിന്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങൾ നമ്മുടെ നാട്ടിൽ, പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നടക്കാറുണ്ട്. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു രാജ്യത്തോ അല്ലെങ്കിൽ ഭാരതത്തിനകത്തോ ഹൈന്ദവ സമൂഹത്തിന് നേരെ അതിക്രമങ്ങൾ നടന്നു കഴിഞ്ഞാൽ അതിൽ ബോധപൂർവമായ കുറ്റകരമായ മൗനം പാലിക്കുന്ന സമീപനം അത് വർഷങ്ങളായി തന്നെ ഉള്ളതാണ്. അതിലൊരു പുതുമയൊന്നും നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കത്തില്ല. അതിനാൽ ഈ സംഭവത്തിലും ബംഗ്ലാദേശിൽ കഴിഞ്ഞ 2.5 ആഴ്ചക്കാലമായി നടന്നുകൊണ്ടിരിക്കുന്ന കലാപത്തിൽ ധാരാളം ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുകയും ഹിന്ദു സ്ത്രീകൾ കൂട്ടമാനസംഭംഗത്തിന് ഇരയാവുകയും അവിടെ നിന്നും ഹിന്ദു സമൂഹം കൂട്ടത്തോടുകൂടി ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തുന്നതിനെ പറ്റി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശേഷിക്കുന്നത് കേവലം 7% ഹിന്ദുസ് മാത്രമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ. ഇത്രയധികം വലിയ കലാപം ജമാഅത്തെ ഇസ്ലാമി ഭീകരരുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ
നടക്കുമ്പോൾ, നമ്മുടെ അയൽ രാജ്യത്ത് നടക്കുമ്പോൾ വളരെ ബോധപൂർവമായ മൗനം ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. സാംസ്കാരിക പ്രവർത്തകർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പാലസ്തീന്റെ പേരിൽ വ്യാപകമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്നവർ ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തെ പറ്റി ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഇപ്പോൾ കുറച്ച് പ്രതിഷേധക്കാർ നമുക്കൊപ്പം ചേരുകയാണ്. ഓൾ ഐസ് ഓൺ ബംഗ്ലാദേശ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇവർ പ്രതിഷേധത്തിനായി എത്തിയിരിക്കുന്നത്. जी, हमारी मांग ये है कि बंगाली समाज को, खासकर बंगाली हिंदू समाज को न्याय मिलना चाहिए कि जिस तरीके से मंदिर और तोड़ा गया और उस पर अभी विपक्षी दल बिल्कुल मौन है। मुझे लगता है कि हिंदुओं के साथ जिस तरह दुर्व्यवहार किया जा रहा है उसके विरोध में ही है मार्च। जी, मैं बांग्लादेश के खिलाफ कहना चाहूँगी, बांग्लादेश की नारियों को सुरक्षित की जाए और सब कुछ सही करे और जो भी विपक्षी दल बैठे हुए हैं उसके खिलाफ एक्शन ले और ले। हम बोलना चाहूँगी कि सबको सुरक्षित करे, बांग्लादेश हिंदुओं को सबको सुरक्षित करे। जय ഇവിടെ ഈ ബോർഡ് നമുക്ക് കാണാം, സ്റ്റോപ്പ് വയലൻസ് അഗൈൻസ്റ്റ് ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി ഇൻ ബംഗ്ലാദേശ്. വളരെ ശ്രദ്ധേയമായ ഒരു പ്ലക്കാർഡാണിത്. അതായത് ഹിന്ദു സമൂഹത്തിന് നേരെ മാത്രമല്ല, മറിച്ച് എല്ലാ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് നേരെയും ബംഗ്ലാദേശിൽ വ്യാപകമായ അക്രമം ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. അതിൽ കൂടുതൽ ഇരകളാകുന്നത് ഹിന്ദുക്കളാണ് എന്നതാണ്. കാരണം നമുക്കറിയാം, ബംഗ്ലാദേശിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി, അതായത് മുസ്ലിം സമൂഹം കഴിഞ്ഞാൽ ഏതാണ്ട് 7% വരുന്നത് രണ്ടാമത്തെ ഏറ്റവും വലിയ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഹിന്ദു സമൂഹമാണ്. സ്വാഭാവികമായും അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഭീകരർ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്